ഗുഡ് മോർണിംഗ്. അപ്പോൾ ലാസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ പറഞ്ഞു ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലാണ് നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളെ പ്രതിരോധ ശക്തി അല്ലെങ്കിൽ നമ്മളെ ബോഡിനകത്തുള്ള ഡിഫൻസ് മെക്കാനിസം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാം. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് അഗൈൻസ്റ്റ് ഇൻഫെക്ഷൻ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുക. ഇനി അഡാപ്റ്റീവിന്റെ കേസ് പറയുമ്പോൾ അത് സ്പെസിഫിക് കമ്പോണൻസ് ആയിരിക്കും അതിനകത്തുള്ളത്. ഇവർ ആന്റിജനിക് ചലഞ്ച് ടു ഓർഗാനിസം വരുന്നത് വരെ ആക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ചില ബാരിയേഴ്സ്, അതായത് അനാറ്റമിക് ബാരിയേഴ്സും ഫിസിയോളജിക്കൽ ബാരിയേഴ്സും ആയിട്ട് പിന്നെ ഫാഗോസൈറ്റിക് ഓർ എൻഡോസൈറ്റിക് ബാരിയേഴ്സ് ഇവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആ ടൈപ്സും ആ മെക്കാനിസവും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള ടേബിളിനകത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കിൻ എന്താ ചെയ്യുന്നതും സ്കിന്നിന്റെ മെക്കാനിസം എന്താണ്. മ്യൂക്കസ് മെംബ്രെയിൻസ് നമുക്കറിയാം. മ്യൂക്കസിനകത്ത് ഇപ്പോൾ എന്താ പറയുക, ഫോറിൻ ബോഡീസ് അല്ലെങ്കിൽ ഫോറിൻ മൈക്രോ ഓർഗാനിസം അതിനൊക്കെ എൻട്രാപ്പ് ചെയ്യാനാണ് ഈ മ്യൂക്കസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഫിസിയോളജിക് ബാരിയേഴ്സ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, ലോ pH, കെമിക്കൽ മീഡിയേറ്റേഴ്സ്, ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നത് ഇവിടെ ഒരു ഡയഗ്രാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഡയഗ്രാമിനകത്ത് എന്താ പറയുക, ഈ ഡയഗ്രാം കാണാം. ഈ ഡയഗ്രാമിനകത്ത് പറയുന്നുണ്ട്, അതായത് ബാക്ടീരിയം ബിക്കംസ് അറ്റാച്ച്ഡ് ടു മെംബ്രെയിൻ ഇവാജിനേഷൻസ് കോൾഡ് സ്യൂഡോപോഡിയ. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയം ഇൻജസ്റ്റഡ് ആയി മാറുന്നു. അതെന്ന് വെച്ചാൽ അത് അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നടക്കാതെ ഒരു ഫാഗോസോം ആയിട്ട് മാറുന്നു. ഈ ഫാഗോസോം ലൈസോസോമായിട്ട് ഫ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതെവിടെ ലൈസോസോമായിട്ട് ഫ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് കാണാം. ഓക്കെ, അത് ഫ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈസോസോമൽ എൻസൈംസ് ഡൈജസ്റ്റ് ക്യാപ്ചേർഡ് മെറ്റീരിയൽ. ഈ ക്യാപ്ചർഡ് ആയിട്ടില്ല, അതായത് പുറത്തുനിന്ന് കയറിയ സാധനങ്ങളെ ഈ ലൈസോസോമിനകത്തുള്ള ലൈസോസോമൽ എൻസൈംസ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, പൊടിഞ്ഞു പോകുന്നുണ്ടോ. ഓക്കെ, ഇനി ഡൈജഷൻ പ്രോഡക്ട്സ് റിലീസ്ഡ് ഫ്രം സെല്ലിൽ നിന്ന് പുറത്തേക്ക് റിലീസ്ഡ് ആവുന്നു. നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിന്റെ ഫീച്ചേഴ്സ്. കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് മെയിനായി വരുന്ന സാധനങ്ങളാണ് ലിംഫോസൈറ്റ്സും ആന്റിജൻ പ്രസന്റിംഗ് സെൽസും. ലിംഫോസൈറ്റ്സിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്, നമുക്ക് ഓൾറെഡി അറിയാതെ. ബി ലിംഫോസൈറ്റ്സ് ആണ്, പിന്നെന്താ ടി ലിംഫോസൈറ്റ്സ്. അപ്പോൾ ആന്റിജൻ പ്രസന്റിംഗ് സെൽസിൽ ആരൊക്കെയാണ് വരുന്നത് വെച്ചാൽ 3 സാധനങ്ങളാണ് വരുന്നത് മെയിനായിട്ട്: മാക്രോഫേജ്, ഡെൻഡ്രിറ്റിക് സെൽസ്, ബി സെൽസ്. ഓക്കെ, ഇനി ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി തന്നെ 2 ടൈപ്പ് ഉണ്ട്, അതായത് ആക്റ്റീവും ഉണ്ട് പാസീവും ഉണ്ട്. ഈ ആക്റ്റീവിനകത്ത് തന്നെ നാച്ചുറലി അക്വേർഡ് ആയിട്ടുള്ളതുണ്ട്, ആർട്ടിഫിഷ്യലി അക്വേർഡും ഉണ്ട്. നാച്ചുറലിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, നോർമലി കാണുന്ന ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്താണ് വരിക. പിന്നെ ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ വാക്സിൻസ്. അഡാപ്റ്റീവിനകത്ത് നമ്മൾ വാക്സിൻസ് വഴി കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റിനെ നമ്മൾ ആർട്ടിഫിഷ്യലി അക്വേർഡിനകത്ത് വരിക. ഇനി പാസീവ് എന്ന് പറയുമ്പോൾ ആന്റിബോഡീസിനെ നമ്മൾ റെസിപ്പിയന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ പാസീവ് എന്ന് പറയാം. അതും 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറലും ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട്. നാച്ചുറലിനകത്ത് എന്ന് പറയുമ്പോൾ മദേഴ്സ് പ്ലാസന്റ. ഓക്കെ, പിന്നെ ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ സെറം, അതുപോലെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലത്തെ കുറേ സാധനങ്ങൾ അതിനകത്ത് വരും. പിന്നെയുള്ളൊരു മെയിൻ സാധനങ്ങളാണ് വാക്സിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വാക്സിൻസ് എന്താ പറയുക, ഹോൾ ഓർഗാനിസം വാക്സിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിനകത്ത് വരുന്നതാണ് ഈ ലൈവ് അറ്റന്യൂട്ടഡ്, പിന്നെ കിൽഡ് വാക്സിൻ, ഇതൊക്കെ അതിനകത്താണ് വരിക. ഈ ലൈവ് അറ്റന്യൂട്ടഡിനകത്ത് വരുന്നത് അത് ഈ ടൈപ്പ് ഓഫ് ലൈവ് ആയിട്ടുള്ള വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊലോങ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം എക്സ്പോഷർ ആണ്. ഇൻഡിവിജ്വൽസിന് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം എക്സ്പോഷർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കിൽഡ് എന്ന് പറയുന്നത് കിൽഡ് വാക്സിൻസ് റിക്വയർ റിപ്പീറ്റഡ് ബൂസ്റ്റേഴ്സ് ടു മെയിൻറ്റെയിൻ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഓഫ് ഹോസ്റ്റിന്റെ എന്താ പറയുക ബൂസ്റ്റേഴ്സ്, അതായത് റിപ്പീറ്റഡ് ബൂസ്റ്റേഴ്സിനെ മെയിൻറ്റെയിൻ അവർക്ക് ആവശ്യമാണ്. കിൽഡ് വാക്സിൻസിന് അവർ ഇമ്മ്യൂൺ സ്റ്റാറ്റസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സ്റ്റാറ്റസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ബൂസ്റ്റേഴ്സ് ആവശ്യമാണ്. അവരെന്ന് പറയുന്നത് ലെസ് എഫക്റ്റീവ് ആണ്. പിന്നെ ചാൻസ് ഓഫ് ഹാവിംഗ് ലൈവ് ഓർഗാനിസംസ് അതിനും ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ, ഈ കിൽഡ് വാക്സിൻസ് നമ്മൾ എക്സാമ്പിൾ പറയുന്നത് കോളറ, ഹെപ്പറ്റൈറ്റിസ് എ, ഇൻഫ്ലുവൻസ, പ്ലേഗ്, സാക് വാക്സിൻ ആൻഡ് റാബീസ്, സിക്ക എക്സെട്ര. While in the case of live attenuated vaccines, example എന്ന് പറയുന്നത് മീസൽസ്, മംസ്, സാബിൻ വാക്സിൻ, റോട്ട വൈറസ്, റുബെല്ല, വാരിസെല്ല, യെല്ലോ ഫീവർ, ട്യൂബർക്ലോസിസ്, ഇതൊക്കെ അതിനകത്ത് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത് കഴിഞ്ഞിട്ട് പ്യൂരിഫൈഡ് മാക്രോമോളിക്യൂൾസ് ആസ് വാക്സിൻസ്. അതിൽ പറയുന്നത് സബ്യൂണിറ്റ് വാക്സിൻ ഉണ്ട്, ടോക്സോയിഡ് വാക്സിൻ, റീകോമിനന്റ് ആന്റിജൻ വാക്സിൻസ്, യൂസ് ഓഫ് സിന്തറ്റിക് പെപ്റ്റൈഡ്സ് ആസ് വാക്സിൻസ്, റീകോമിനന്റ് വെക്ടർ വാക്സിൻസ്, DNA വാക്സിൻസ്, ഇതുപോലത്തെ സാധനങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ പ്യൂരിഫൈഡിനകത്ത് വരുന്ന സബ്യൂണിറ്റ് വാക്സിൻ ആണ്. അതിന് എക്സാമ്പിൾ പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഒരു സബ്യൂണിറ്റ് വാക്സിൻ ആണ്. ഇനി ടോക്സോയിഡ് വാക്സിൻ എക്സാമ്പിൾ ടെറ്റനസും ഡിഫ്തീരിയയും. ആൻഡ് റീകോമിനന്റ് ആന്റിജൻ വാക്സിൻസിന് റീകോമിനന്റ് ആന്റിജൻ വാക്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ഫ്രം പാത്തോജൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ റീകോമിനന്റ് ടെക്നിക്സ്. അതായത് നമ്മൾ റീകോമിനന്റ് ടെക്നിക്സ് ഒരുപാടുണ്ട്. ആ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിൻസിനെയാണ് നമ്മൾ റീകോമിനന്റ് ആന്റിജൻ വാക്സിൻ എന്ന് പറയാം. ഇനി യൂസ് ഓഫ് സിന്തറ്റിക് പെപ്റ്റൈഡ് ആസ് വാക്സിൻസ്, അത് അഡ്ജുവൻസിന്റെ കൂടെ ഈ യൂസ് ഓഫ് സിന്തറ്റിക് പെപ്റ്റൈഡ്സ് ആസ് വാക്സിൻസ് അലോങ് വിത്ത് അഡ്ജുവൻസ് ബൈ ഫസ്റ്റ് ഐഡന്റിഫൈങ് ദ എപ്പിടോപ്സ്, അതും
പ്യൂരിഫൈഡ് മാക്രോമോളിക്യൂൾസ് ആസ് വാക്സിനകത്ത് വരുന്നതാണ്. ഇനി DNA വാക്സിൻസിനകത്ത് വരുന്നത് പ്ലാസ്മിഡ് DNA എൻകോഡിംഗ് ആന്റിജനിക് പ്രോട്ടീൻ ഈസ് ഇഞ്ചക്ടഡ് ഡയറക്ട്ലി ഇൻ ടു ദ മസിൽ ഓഫ് ദ റെസിപ്പിയന്റ്. മസിൽ സെൽസ് ടേക്ക് അപ്പ് ദ DNA ആൻഡ് ദ എൻകോഡഡ് പ്രോട്ടീൻ ആന്റിജൻ ഈസ് എക്സ്പ്രസ്ഡ് ലീഡിംഗ് ടു ബോത്ത് ഹ്യൂമറൽ ആന്റിബോഡി റെസ്പോൺസ് ആൻഡ് എ സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ്. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ DNA വാക്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇമ്മ്യൂൺ റെസ്പോൺസ് 1 and 2. മിക്ക ക്വസ്റ്റ്യൻസിനകത്തും ഇപ്പോൾ CSIR കേസ് ആണെങ്കിലും DBT ഏത് എക്സാമിനാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ്, അതായത് ഇമ്മ്യൂൺ റെസ്പോൺസ് 1 and 2 ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് അതിനു മുന്നേ എന്താണ് ആന്റിജനും എന്താണ് അതൊന്ന് പറയാനുണ്ട്. അതായത് ആന്റിജൻ, കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആന്റിജൻ എയും പിന്നെ ആന്റിജൻ ബി എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആന്റിജൻ എന്താണ്, ആന്റിജൻ എങ്ങനെയാണ്, ഏതാണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണോജൻ എന്താണ്, അതൊക്കെ അറിയണ്ടേ. ഓക്കെ, അപ്പോൾ ദ കമ്പോണന്റ് ഓഫ് ഫോറിൻ ഒറിജിൻ ദാറ്റ് ഇവോക്സ് ദ റെസ്പോൺസ്, അതായത് കമ്പോണന്റ് ഓഫ് ഫോറിൻ ഒറിജിൻ, അതായത് അതിന്റെ റെസ്പോൺസ് ഈ ഫിഗറിനകത്ത് പറയുന്നത് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇമ്മ്യൂൺ റെസ്പോൺസസ് 1 and 2 ആണ് ഈ ഫിഗറിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ആന്റിജൻ എ, പ്രൈമറി ആന്റി എ റെസ്പോൺസ്, ആന്റി എ പ്ലസ് ആന്റി ബി, സെക്കൻഡറി ആന്റി എ റെസ്പോൺസ്, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പ്രൈമറി ആന്റി ബി റെസ്പോൺസ്. അപ്പോൾ സെക്കൻഡ് എക്സ്പോഷർ ടു ദ സെയിം ഇമ്മ്യൂണോജൻ റിസൾട്ട്സ് ഇൻ സെക്കൻഡറി റെസ്പോൺസ്. അതായത് സെക്കൻഡറി ആയിട്ട് നടക്കുന്ന റെസ്പോൺസ് പ്രൈമറിനേക്കാളും സ്പീഡായിട്ടായിരിക്കും നടക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അസുഖം വീണ്ടും വന്നാൽ പെട്ടെന്ന് റിക്കവറിയിലേക്ക് പോകാനുള്ള കാരണം, അതായത് ഓൾറെഡി വന്നൊരു അസുഖം വീണ്ടും വരുന്നുണ്ടെങ്കിൽ അതിന്റെ റിക്കവറി പെട്ടെന്ന് നടക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സെക്കൻഡറി റെസ്പോൺസ് നടക്കുന്നതുകൊണ്ടാണ്. ആദ്യം ഇപ്പോൾ ഇവിടെ ഒരു ലാഗ് ഫേസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പ്രൈമറി റെസ്പോൺസ് നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഡിക്ലൈൻ നടക്കുന്നു, പിന്നെ വീണ്ടും സെക്കൻഡറി റെസ്പോൺസ് നടക്കുന്നുണ്ട്. സെക്കൻഡറി റെസ്പോൺസ് ആസ് വി ഓൾറെഡി മെൻഷൻഡ്, സെക്കൻഡറി റെസ്പോൺസ് ഫസ്റ്റിനേക്കാൾ സ്പീഡായി നടക്കുന്നുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും, ഷോർട്ട് ലിവ്ഡ് വിത്ത് എ ലോങ് ലാഗ് ഫേസ് ആൻഡ് ലോവർ ടൈറ്റർ ഓഫ് ആന്റിബോഡീസ് ദാറ്റ് ഡു നോട്ട് പെർസിസ്റ്റ് ഫോർ ലോങ്. പക്ഷേ സെക്കൻഡ് റെസ്പോൺസിനെ കുറിച്ച് പറയുന്നത് പവർഫുൾ ആണ്, പ്രൊലോങ്ഡ് വിത്ത് ഷോർട്ട് ഓർ നെഗ്ലിജിബിൾ ലാഗ് ഫേസ് ആൻഡ് എ മച്ച് ഹൈ ലെവൽ ഓഫ് ആന്റിബോഡി ദാറ്റ് ലാസ്റ്റ് ഫോർ ലോങ് പീരിയഡ്സ്. ലോങ് പീരിയഡ്സിലേക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഗ്രാഫ് സെക്കൻഡ് റെസ്പോൺസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത് വരുന്ന സെൽസ് ആണ് ആരൊക്കെയാന്ന് വെച്ചാൽ ലിംഫോസൈറ്റ്സിനകത്ത് വരുന്ന ലിംഫോസൈറ്റ്സ്, ബി സെൽസ്, ടി സെൽസ്. ലിംഫോസൈറ്റ്സിനകത്താണ് ഈ ടി സെൽസ്, ബി സെൽസ്, NK സെൽസ് ഇവരൊക്കെ വരുന്നത്. ഈ ബി സെൽസ് എന്ന് പറഞ്ഞതിനകത്ത് മെമ്മറി സെൽസും, അത് ഇവിടെ ഒരു ഡയഗ്രാം മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ബി സെൽസിനകത്ത് മെമ്മറി സെൽസ് ഉണ്ട്, പ്ലാസ്മ സെൽസ് ഉണ്ട്. ടി സെൽസിനകത്ത് ടി ഹെൽപ്പർ സെൽസ്, അതായത് CD4, ആൻഡ് ടി സൈറ്റോടോക്സിക് സെൽസ് CD8, ആൻഡ് റെഗുലേറ്ററി ടി സെൽസ്. പിന്നെ മാക്രോഫേജിനകത്ത് വരുന്നത് ടിഷ്യൂ റെസിഡന്റ് സെൽസ് ആണ്. പിന്നെ ഹ്യൂമറൽ ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ പറയുന്നത് ഹൗ എ റെസ്പോൺസ് ഈസ് ബോട്ട് അബൌട്ട്, എങ്ങനെയാണ് ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. അതായത് ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് നടക്കുന്നത്. ആദ്യം ഇൻഫെക്ഷൻ ഉണ്ടാവും, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടക്കും. പിന്നെ നമ്മളെ ലാംഗർഹാൻസ് സെൽസ് ക്യാൻ ക്യാപ്ചർ ദിസ് ആന്റിജൻസ്. അത് കഴിഞ്ഞിട്ട് അവർ അസംബിൾ ചെയ്യിക്കും, എവിടെ, നമ്മുടെ ലിംഫ് നോഡ്സിനകത്ത് ഇവർ അസംബിൾ ചെയ്യിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബി സെൽസിന്റെയും ടി സെൽസിന്റെയും ആക്ടിവേഷൻ, ബി സെൽസിന്റെയും ടി ഹെൽപ്പർ സെൽസിന്റെയും ആക്ടിവേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ടി ഹെൽപ്പർ സെൽസ് പ്രോലിഫറേറ്റീവ് ആയിട്ടുള്ള സിഗ്നൽസിനെ ബി സെല്ലിലേക്കും ടി സെല്ലിലേക്കും അയക്കുന്നു. അപ്പത്തേനും ഇമ്മ്യൂൺ റെസ്പോൺസ് നടക്കുന്നു. ഇനി പറയുന്നത് ഈ ഓർഗൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസ്, അതിന് 2 ക്ലാസ് ആണ് വരുന്നത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇൻ പ്രൈമറി തൈമസ് ആൻഡ് ബോൺ മാരോ ഇൻക്ലൂഡഡ്. വൈൽ ടോക്കിംഗ് അബൌട്ട് സെക്കൻഡറി, അതിനകത്ത് ലിംഫ് നോഡ്സും സ്പ്ലീൻ, മാൾട്ട്, കാൾട്ട് ഇവരാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമ്മ്യൂണോജെനിസിറ്റി ഓഫ് ആൻ ആന്റിജൻ. ഒരു ആന്റിജന്റെ ഇമ്മ്യൂണോജെനിസിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫോറിനേഴ്സ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മോളിക്കുലർ സൈസ്. Third one is chemical composition and heterogeneity, and fourth one is susceptibility to antigen processing and presentation. ഈ ഫാക്ടേഴ്സ് ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിനകത്ത് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് നോട്ട് ട്രൂ, അതുപോലത്തെ ട്രൂ ഓർ ഫോൾസ്, അതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇനി പറയുന്ന വെച്ചാൽ കുറച്ച് ടേംസ് നമ്മളെ ഇമ്മ്യൂണോളജിനകത്ത് വരുന്ന റിലേറ്റഡ് ടേംസ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ഹാപ്റ്റൻസ്. ഹാപ്റ്റൻസ് എന്ന് പറയുന്നത് ദേ ആർ ആന്റിജനിക് ആണ്, ബട്ട് നോട്ട് ഇമ്മ്യൂണോജനിക്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൈനൈട്രോഫിനോൾ. അത് ഹാപ്റ്റൻസ് നമ്മൾ പറഞ്ഞു സ്മോൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, പക്ഷെ അവർ ഇമ്മ്യൂണോജനിക് അല്ല.
പിന്നെ പറയുന്നത് ക്രോസ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് വെൻ ആൻ ആന്റി ഹാപ്റ്റൻ ആന്റിബോഡി കുഡ് ബൈൻഡ് ടു അതർ ഹാപ്റ്റൻസ് ഹാവിംഗ് എ സ്ലൈറ്റ്ലി ഡിഫറെന്റ് കെമിക്കൽ സ്ട്രക്ചർ. ഇഫ് എ റിയാക്ഷൻ ഒക്കേർഡ് ഇറ്റ് വാസ് കോൾഡ് ക്രോസ് റിയാക്ഷൻ. അപ്പൊ ഇതിനെയാണ് ക്രോസ് റിയാക്ഷൻ എന്ന് പറയാം. ഇനി ഓപ്സോണൈസേഷൻ എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഫാഗോസൈറ്റോസിസ് ഓഫ് ആന്റിജൻസ് ബൈ മാക്രോഫേജസ് ആൻഡ് ന്യൂട്രോഫിൽസ് is an important factor in antibacterial defenses. Antibodies could be called opsonins. ഈ ആന്റിബോഡീസിനെ നമ്മൾ ഓപ്സോണിൻസ് എന്ന് പറയാം. ഇനി അഡ്ജുവൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സബ്സ്റ്റൻസ്, അതായത് ഇമ്മ്യൂണോജൻ ആയിട്ട് മിക്സ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു. അതായത് നമ്മളിപ്പോൾ വാക്സിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അഡ്ജുവൻസ് ആഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇമ്മ്യൂണോജൻസിറ്റി കൂട്ടാൻ ആഡ് ചെയ്യുന്ന ആൾക്കാരാണ് അഡ്ജുവൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ബൂസ്റ്റ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ കേസ് ഓഫ് വീക്ക് ഇന്ററാക്ഷൻസ് ഓർ ആന്റിജൻ ഈസ് അവൈലബിൾ ഇൻ സ്മോൾ എമൗണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ പാരടോപ്സ്. അപ്പോൾ എന്താണ് പാരടോപ്സ്? ഓക്കെ, പാരടോപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിടോപ്പും പാരടോപ്പും എന്താ പറയുക വെച്ചാൽ ലിംഫോസൈറ്റ്സ് റെക്കഗ്നൈസ് ഡിസ്ക്രീറ്റ് സൈറ്റ്സ് ഓൺ മാക്രോമോളിക്യൂൾ കോൾഡ് എപ്പിടോപ്സ്. അപ്പോൾ അതാണ് എപ്പിടോപ്പ്. അതായത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ആന്റിജനെ നമ്മൾ എപ്പിടോപ്പ് എന്ന് പറയാം. ഇനി പാരടോപ്പ് എന്ന് പറയുന്നത് ഏരിയ ഓൺ ആന്റിബോഡി കമ്പൈനിങ് വിത്ത് എപ്പിടോപ്പ്. അതായത് എപ്പിടോപ്പായിട്ട് കമ്പൈൻ ചെയ്യുന്ന ആന്റിബോഡിയിലത്തെ പാർട്ടിനെയാണ് നമ്മൾ അതിലത്തെ ആ ഒരു ഏരിയനെ നമ്മൾ പറയാം പാരടോപ്പ് എന്ന് പറയാം. ഓക്കെ, ഇനി ഡിഫറെന്റ് ആന്റിബോഡീസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബോഡീസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.